സിനിമയിലേക്ക് വന്ന സിനിമ ഒരു ആവറേജ് ഒരു ദിവസം നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. പക്ഷേ അത്രയ്ക്ക് ഗ്രിപ്പിംഗ് ആയിട്ടോ ത്രില്ലിംഗ് ആയിട്ടോ തോന്നിയില്ല എന്നൊരു നെഗറ്റീവ് തന്നെയാണ്. എന്നാൽ പോലും ഒരു ആവറേജ് എക്സ്പീരിയൻസിൽ ഒതുങ്ങിപ്പോകുന്ന ചിത്രമായിരുന്നു. ഫാമിലി ഓഡിയൻസ് കണക്റ്റ് ആകുമെന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടി ഒരു സിനിമയാണ്. പക്ഷേ അത് നമുക്ക് തീരുമാനിക്കാനുള്ള ഇതില്ല. ഒന്നെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാനുള്ള എലമെൻറ്റ്സ് ഒക്കെ പടത്തിലുണ്ട് താനും, അത് കണ്ടറിയണം. സ്റ്റോറിയിലേക്ക് വന്ന സ്റ്റോറി ഒരു ഫ്രഷ് ആയിട്ടൊന്നും പുതുമയുള്ളതൊന്നും തോന്നാത്തൊരു സ്റ്റോറി ലൈനാണ്. എന്നാൽ പോലും അവതരണത്തിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ ആക്കായിരുന്നു എന്നൊരു തോന്നൽ വന്നുകൂടെ. സർവമായ ഇത് രണ്ട് ജോണർ ആയതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം മറ്റേ എൻ്റർടൈനർ ജോണറാണ്. നിവിൻ പോളിയുടെ സേഫ് സോൺ ആയിട്ടുള്ള ജോണറിൽ നിന്നും ഇത് കുറച്ചുകൂടെ, ഇത് നിവിൻ പോളിക്ക് സ്ക്രീൻ സ്പേസ് കുറവാണ്. നിവിൻ പോളിയുടെ എല്ലാ സിനിമ പോകുന്നത് സംഗീത് പ്രതാപിൻ്റെയും അതേപോലെ തന്നെ ലിജോ മോളുടെ ക്യാരക്ടറിലൂടെ സിനിമ കൂടുതൽ കടന്നു പോയതുകൊണ്ട് നിവിൻ പോളിക്ക് പെർഫോം ചെയ്യാനുള്ള ഒന്നും അധികം ഇല്ല പടത്തിൽ. സ്ക്രീൻ ടൈമും കുറവായതുകൊണ്ട് ചെയ്യാനൊന്നുമില്ല. അങ്ങനെ ഓവറോൾ പറഞ്ഞാൽ സിനിമ ടോട്ടൽ ഒരു ആവറേജ് ഫീലാണ് ടോട്ടൽ ഇറങ്ങിയത്. ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കേഷ് ലെവലിൽ പോയെങ്കിൽ പോലും സെക്കൻഡ് ഹാഫ് ഒരു പോയിൻ്റ് എത്തുന്നവരെ പടം ഒട്ടും ഗ്രിപ്പിംഗ് അല്ലാതെ കുറച്ച് ഡൗൺ ആയിട്ട് പോയി. പിന്നെ ഒരു പോയിൻ്റ് എത്തിക്കഴിഞ്ഞാൽ പടം ഒന്ന് ഇന്നായി അവസാനം വരെ കുഴപ്പമില്ല കണ്ടിരിക്കുന്ന ഒരു പടം. പറ്റുമെങ്കിൽ ഒന്ന് തിയേറ്ററിൽ കാണാൻ നോക്കുക. നിങ്ങൾ സ്വയം കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. നിങ്ങളുടെ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുക. അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ.